ഹായ്, എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഡോക്ടർ രചനയോട് പറയുകയാണ്, കുട്ടിയുടെ അച്ഛന്റെ കാര്യങ്ങൾ കൂടുതൽ ക്രിട്ടിക്കലായിക്കൊണ്ടിരിക്കുകയാണ്. മോശം കണ്ടീഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ബൈപ്പാസ് ഉടനെ നടത്തണം. രചന പറയുകയാണ്, അറിയാം ഡോക്ടർ, വേണ്ട പണം റെഡിയായിട്ടുണ്ട്. ഡേറ്റ് ഫിക്സ് ചെയ്താൽ മാത്രം മതി, സർജറി നടത്താം. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാതിരുന്നത് വലിയ നഷ്ടമായി പോയി. അതേപറ്റിയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല ഡോക്ടർ. എന്തായാലും എടുക്കാം. അന്നേരം ഡോക്ടർ പറയുകയാണ്, ഇനിയിപ്പോൾ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആൾക്ക് പ്രായവും ഉണ്ടല്ലോ. ഏതായാലും ഞാനും ഹെൽപ്പ് ചെയ്യാം. ഡോക്ടർ, എനിക്കൊന്ന് അച്ഛനെ കാണാമോ? പോയി കണ്ടോളൂ. ഇയാളെ തിരക്കിയിരുന്നു ഇയാളുടെ അച്ഛൻ. പിന്നീട് അച്ഛനെ കാണാനെത്തുകയാണ് രചന. അച്ഛന്റെ അവസ്ഥ കണ്ട് വളരെ വിഷമിക്കുകയാണ് രചന. മയങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തെ വിളിക്കുകയാണ് രചന, അച്ഛാന്ന്. മോള് വന്നോ? എവിടെയായി ഓടി നടക്കുന്നത്? ഡോക്ടർ ബൈപ്പാസ് സർജറി നടത്തണമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി. ഇനി വെച്ച് താമസിക്കാൻ പറ്റില്ല അച്ഛാ. ഒന്നും വേണ്ട മോളെ, അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? ഹാർട്ടിന്റെ ഡോക്ടർ രാവിലെ വന്നിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. പിന്നെ ഇക്ബാൽ ഡോക്ടറാണ് അത് സമ്മതിക്കാതിരുന്നത്. അദ്ദേഹം ഇത്തിരി മനുഷ്യപ്പറ്റുള്ള ആളാണ്. ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു. പണത്തെ പറ്റിയൊന്നും അച്ഛൻ ചിന്തിക്കേണ്ട, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അന്നേരം എവിടെന്നാന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. അതൊക്കെ സംഘടിപ്പിച്ചു. മോൾ എവിടെന്നെങ്കിലും കടം വാങ്ങിയതാണോ? അല്ല അച്ഛാ, അച്ഛന്റെ അവസ്ഥ അറിഞ്ഞിട്ട് സഹായിക്കാൻ മനസ്സുള്ളവർ ചിലർ ഓപ്പറേഷനുള്ള പൈസ തരികയായിരുന്നു. അത്രയും തുകയൊക്കെ ഒരാള് തരുമോ? ഒരാളുടെ കയ്യിൽ നിന്നല്ല, പലരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ഈ നാട്ടിൽ കോടീശ്വരന്മാർ ഒരുപാടില്ലേ അച്ഛാ. അനാഥാലയങ്ങൾക്കൊക്കെ പണം കൊടുത്ത് സഹായിക്കുന്നവർ. അത്തരക്കാര് എന്നെ പോലെ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കാണാതിരിക്കുമോ? അപ്പോ എന്റെ മോള് ഒരുപാട് പേരുടെ മുൻപിൽ പോയി കൈനീട്ടി അല്ലേ? ഞാൻ അങ്ങനെ കൈനീട്ടിയിട്ടൊന്നും ഇല്ലച്ചാ. ആൾക്കാരെ കണ്ട് കാര്യം പറഞ്ഞു. അവരൊക്കെ വേണ്ട വിധത്തിൽ സഹായിക്കുകയും ചെയ്തു. ഏതായാലും അച്ഛൻ അധികമൊന്നും സംസാരിക്കേണ്ട. അച്ഛന്റെ കയ്യിൽ പിടിച്ചുമ്മ കൊടുത്ത ശേഷം രചന പറയുകയാണ്, അച്ഛനില്ലെങ്കിൽ പിന്നെ ഞാനില്ല. അതുകൊണ്ട് അച്ഛൻ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണം. ഞാൻ പുറത്തുണ്ടാകും. പിന്നീട് കാണിക്കുന്നത് വിജയകുമാറിന്റെ വക്കീൽ ഓഫീസിലേക്ക് സദാനന്ദൻ എത്തുകയാണ്. സദാനന്ദൻ പറയുകയാണ്, ഇനിയിപ്പോ വക്കീൽ സാറ് കൂടുതലൊന്നും കോടതിയിൽ മലമറിക്കേണ്ട. എന്റെ ഭാര്യ ഒരിക്കലും കോടതിയുടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ ഉറപ്പൊന്നും പറയണ്ടോ. വരാതിരുന്നാൽ നന്ന്. അതിനുവേണ്ട പണിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി എന്ന വില്ലേജ് ഓഫീസറുടെ കൊമ്പ് ഞാനങ്ങ് ഒടിച്ചു കളഞ്ഞിടോ. ഞാനത് മനസ്സിലാക്കി. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. അതെ, അതിനിടയ്ക്ക് ഇവിടെ വന്നിരുന്നോ? ആ സമയത്ത് അവളുടെ സംസാരം കേട്ടപ്പോൾ എന്തോ ഒരാപത്ത് ഞാൻ മണത്തതാണ്. എന്നാൽ അതേപ്പറ്റി ഞാൻ കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും നടത്തിയില്ല. സദാനന്ദൻ പറയുകയാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കേസ് നമ്മൾ ജയിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ കോടതിയിലെ വിജയം വീട്ടിലും ആവർത്തിക്കാം. തന്റെ മുൻപിൽ എളിമയോടെ നിൽക്കുന്ന തന്റെ ഭാര്യയെ ഇനി കാണാം എന്നർത്ഥം. അപ്പോൾ അതുപോലൊരു ഷോക്കായിരിക്കുമല്ലോ കൊടുത്തത്. താനാണ് എന്നോട് പറഞ്ഞത് ഭാഗ്യലക്ഷ്മി കോടതിയിൽ വന്നില്ലെങ്കിൽ ഈ കേസ് നമ്മൾ ജയിക്കുമെന്ന്. എന്ന് വെച്ചാൽ അവര് കോടതിയിലെത്തിയാൽ കേസ് തോക്കുമെന്ന്. ഇല്ല, അതിനങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട്. അതൊഴിവാക്കാൻ ഞാൻ അവസാന അടവ് പയറ്റി വക്കീലേ. എന്താണ് താൻ അതിനു വേണ്ടി ചെയ്തതെന്ന് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് വക്കീല്. അത് ഞാൻ പറയില്ല. ചിലപ്പോൾ ഭാഗ്യലക്ഷ്മിയും അത് പറഞ്ഞില്ല എന്ന് വരും. അങ്ങനെയെങ്കിൽ ജീവിതകാലം മുഴുവൻ തന്റെ നല്ല ഭാര്യയായിരിക്കും അവർ. താനിനി കോടതി മാത്രമല്ല കുടുംബവും ഭരിക്കും. കുടുംബനാഥയെക്കാളും നാഥന്റെ ശബ്ദം ഉയർന്നു കേൾക്കും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പുമാണ് ഞങ്ങൾ. ഭാര്യയുടെ സ്നേഹമൊന്നും കിട്ടേണ്ട, പക്ഷെ ഒരു മാന്യത പോലും അവൾ എനിക്ക് തരുന്നില്ല. മക്കളുടെ മുന്നിൽ വെച്ച് അവരുടെ അച്ഛനെ ചവിട്ടിത്താഴ്ത്തിയാണ്. പിന്നെ അവർക്ക് അങ്ങനെ ഒരാളോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടാകുമോ? അവരയാളെ ബഹുമാനിക്കുമോ? കോടതിയിൽ പേരെടുത്ത വക്കീൽ, ഏറ്റെടുത്ത എല്ലാ കേസും വിജയിപ്പിച്ച ആൾക്കാർക്കിടയിൽ എനിക്ക് നല്ല പേരാടോ. പക്ഷെ അതുകൊണ്ടെന്താ പ്രയോജനം? സ്വന്തം കുടുംബത്തിലെ ഞാൻ വെറും അട്ടപൂജ്യമാണ്. ഞാനൊരു വൻ തോൽവിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്റെ ഭാര്യയും പറയാറുണ്ട്. മക്കൾക്കും ഏതാണ്ട് അതേ അഭിപ്രായമാണ്. അങ്ങനെയുള്ളപ്പോൾ അവളുടെ പത്തി താഴുന്നത് കേസ് ജയിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. സദാനന്ദൻ പറയുകയാണ്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ അത് തെറ്റില്ല. ഇനി മുതൽ താൻ ആഗ്രഹിക്കുന്ന ഭാര്യയെ തനിക്ക് കിട്ടാൻ പോവുകയാണ്. മനപ്രയാസത്തോടെ ജീവിക്കുന്ന തനിക്ക് തന്റെ യുദ്ധം അവസാനിപ്പിച്ച് ആയുധം കാൽക്കീഴിൽ വെച്ച് കീഴടങ്ങിയ ഒരു സ്ത്രീയുടെ ഭർത്താവായിട്ട് ജീവിക്കാം തനിക്ക്. എന്നാ ശരി വക്കീലെ, വരട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ് സദാനന്ദൻ. നേരം വിജയകുമാർ പറയുകയാണ്, അതെ, ഒന്ന് നിന്നേ. ഭാഗ്യത്തിന് മക്കളുടെ കാര്യത്തിൽ വലിയ ടെൻഷനുണ്ട്. കോടതിയിൽ വരുത്താതിരിക്കാൻ വേണ്ടി എന്റെ മക്കളെ കരുവാക്കത്തൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്റെ ഭാര്യ അറിയും.
എനിക്കും എന്റെ മോനും അറിയിക്കാനുള്ള അവസരം അവർ തന്നിരിക്കും. അത്രയും പറഞ്ഞിറങ്ങുകയാണ് സദാനന്ദൻ. പിന്നീട് കാണിക്കുന്നത് ഭാഗ്യലക്ഷ്മിയുടെ വീടാണ്. ഭാഗ്യലക്ഷ്മിയുടെ വീട്ടിൽ ബെല്ലടിക്കുമ്പോൾ ഡോർ തുറക്കുകയാണ് ദീപ. ആരാന്ന് ചോദിക്കുമ്പോൾ അകത്തേക്ക് കയറുകയാണ് കാർത്തിയും കൂട്ടരും. അറിയോ മോളെന്നെ എന്ന് ചോദിക്കുകയാണ് കാർത്തി. ഒന്നും മിണ്ടാതെ ദീപ നിൽക്കുമ്പോൾ വീണ്ടും കാർത്തി ചോദിക്കുകയാണ്, അതുപോട്ടെ, അല്ല അമ്മയെന്ന് കോടതിയിലേക്ക് കണ്ടില്ലല്ലോ. അന്നേരം ദിയെ കാണുകയാണ് കാർത്തി. കാർത്തി പറയുകയാണ്, മൂത്ത കൊച്ചിത്തിരി ഭയഭക്തി ബഹുമാനമുള്ള കൂട്ടത്തിലാണ്. എന്നാൽ ദാ സംസാരിക്കുന്ന ആളെത്തി. ദേഷ്യപ്പെട്ട് ദിയ പറയുകയാണ്, കോടതിയിലെ വാദം കഴിഞ്ഞില്ലല്ലോ, അടുത്ത കോടതി കൂടുമ്പോൾ അമ്മ എത്തിയിരിക്കും. അകത്തേക്ക് കയറി ചിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, വേണ്ട മോളെ, അത്രയ്ക്ക് തറപ്പിച്ചങ്ങ് പറയണ്ട. നിങ്ങൾ രണ്ട് പെൺമക്കളും കൂടി പഠിച്ച പണി 18 നോക്കിയാലും ഇന്ത്യയൊന്നും അമ്മ കോടതിയുടെ പരിസരത്ത് പോലും വരില്ല. കൈ ചൂണ്ടിക്കൊണ്ട് ദിയ ചോദിക്കുകയാണ്, അത് നീയാണോ തീരുമാനിക്കുന്നത്? ദിയയുടെ ചൂണ്ടിയ കൈ നോക്കിയിട്ട് കാർത്തി ചോദിക്കുകയാണ്, നീ പ്രായത്തിൽ ഒരുപാട് മൂത്തതാണ്, അതുകൊണ്ട് സംസാരത്തിൽ കുറച്ചുകൂടി മാന്യതയൊക്കെ ആകാം. ദിയ ചോദിക്കുകയാണ്, അത് മാന്യന്മാരോട് പോരെ? വഴിയിൽ വെച്ച് നീയൊക്കെ എന്നോട് അപമര്യാദയായി പെരുമാറി. ആ സമയത്ത് ഒരാൾ വന്നിരുന്നല്ലോ, അയാളോടെന്താ ഈ ചങ്കുറ്റം കാണിക്കാതിരുന്നത്? അയാൾ ഒറ്റയ്ക്കായിരുന്നല്ലോ, എന്നിട്ട് നിന്ന് തല്ലുകൊള്ളുവായിരുന്നല്ലോ. തിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, അവനിപ്പോൾ പുറത്തല്ല, അകത്താണ്. കോടതി പരിസരത്ത് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന അവനെ ഞങ്ങൾ കണ്ടായിരുന്നു. ബുള്ളറ്റ് ജഗൻ പേരെടുത്ത ഗുണ്ട. മോൾക്ക് അവനുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ? ദിയ പറയുകയാണ്, നീയൊക്കെ ഷീബ എന്ന പെൺകുട്ടിയെ മൃഗീയമായി കൊലപ്പെടുത്തി ിന്റെ മറവിൽ. എന്നാൽ അയാൾ അതുപോലെ ഒരു ചെറുപ്പക്കാരൻ അല്ല. രാത്രിയായാലും പകലായാലും അയാൾക്ക് പെൺകുട്ടികളെ തിരിച്ചറിയാം. അവരോട് നന്നായി സംസാരിക്കാനും പെരുമാറാനും അറിയാം. അവരെ പൊതുനിരത്തിൽ വെച്ച് അപമാനിച്ചാൽ കൈയുയർത്തി തല്ലാനുള്ള ചങ്കുറ്റമുണ്ട്. നീയൊക്കെ ആണും പെണ്ണും കെട്ടവനായി പോയല്ലോ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി ദിയെ അടിക്കാനായി കൈയോങ്ങുകയാണ് കാർത്തി. അന്നേരം വിജയകുമാറിന്റെ വണ്ടി അവിടേക്ക് എത്തുകയാണ്. വണ്ടിയുടെ ഹോൺ ശബ്ദം കേട്ട് കാർത്തി പറയുകയാണ്, അപ്പം വന്നു, അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും ചെയ്യുന്നില്ല. മുറ്റത്ത് കിടക്കുന്ന കാർത്തിയുടെ വണ്ടി നോക്കിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറുകയാണ് വിജയകുമാർ. വാതിൽക്കൽ നിന്നുകൊണ്ട് വിജയകുമാർ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ എന്താ ഇവിടെ? വിനയത്തോടുകൂടി കാർത്തി വിജയകുമാറിനോട് സംസാരിക്കുകയാണ്, അല്ല, ഇവരുടെ അമ്മ എന്ന് കോടതിയിലേക്ക് വന്നില്ലായിരുന്നല്ലോ, അതിനൊന്ന് കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ മാഡം ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ദേഷ്യപ്പെട്ട് വിജയകുമാർ പറയുകയാണ്, കാർത്തി, എന്റെ വീടിനകത്ത് കളി വേണ്ട ഓ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കാർത്തി പുറകിൽ നിൽക്കുന്ന ദിയയും ദീപയെയും നോക്കുകയാണ്. കാർത്തി പറയുകയാണ്, മൂത്തമ്മോൾ കുഴപ്പമില്ല, ഇളയവളെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുന്നത് നല്ലതാണ് സാറേ. അമ്മയുടെ ഫോട്ടോസ്റ്റാറ്റാണ് ഇളയവൾ. ഇപ്പോ കാണാം എന്ന് പറഞ്ഞിറങ്ങുകയാണ് കാർത്തിയും കൂട്ടരും. അവർ പോയ ശേഷം അകത്തേക്ക് കയറിയ വിജയകുമാർ ദീപയെ ഒന്ന് നോക്കിയിട്ട് ദിയയോട് പറയുകയാണ്, അതെ, ആരെങ്കിലും പുറത്തു വന്നാൽ ജനലിൽ കൂടി ഒന്ന് നോക്കണം, എന്നിട്ട് വാതിൽ തുറക്കാമെങ്കിലേ തുറക്കാവൂ. നോൺസെൻസ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോവുകയാണ് വിജയകുമാർ. ദിയ ദീപയോട് പറയുകയാണ്, കോടതിയിൽ വാദിച്ച് ജയിച്ചിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. മുറിയിലേക്ക് എത്തിയ ദിയയോട് വിജയകുമാർ ചോദിക്കുകയാണ്, എന്തു വേണം? അച്ഛന് നാണമില്ലേ ഇങ്ങനെ പണം സമ്പാദിക്കാൻ? ഈ പണം സമ്പാദിക്കുന്നതിൽ നാണിക്കേണ്ട കാര്യം എന്താണ്? നീയും പാർട്ട് ടൈമായിട്ട് LLB പഠിക്കുന്നില്ലേ? നിന്നെ തേടി ഒരു കക്ഷി വന്നാൽ അയാൾക്ക് പരമാവധി നീതി കിട്ടണ്ടേ? കോടതി വിധി അയാൾക്ക് അനുകൂലമാകണം. അതാണ് ഒരു വക്കീലിന്റെ ധർമ്മം. അച്ഛൻ പണം സമ്പാദിക്കുന്നത് അച്ഛന് വേണ്ടി മാത്രമാണ്, അച്ഛന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലാതെ കുടുംബത്തിന് വേണ്ടിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അച്ഛൻ എങ്ങനെ ചിന്തിക്കില്ലായിരുന്നു, പ്രവർത്തിക്കില്ലായിരുന്നു. ഞാൻ എന്തു പ്രവർത്തിച്ചെന്നാടി നീ പറയുന്നത്? ശ്രീകുമാർ എന്ന പയ്യനെ വെട്ടിനുറുക്കുന്നത് കണ്ടതാണ് എന്റെ അമ്മ. അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും എന്റെ അമ്മയാണ്. ഓ, അന്നേരത്തെ സംഭവത്തിന്റെ കമന്ററിയാണോ നീ പറയുന്നത്? അങ്ങനെ നടന്ന കാര്യങ്ങൾ അതേപടി പറഞ്ഞു കേൾപ്പിച്ചാലും അച്ഛൻ അതിന് പുല്ലുവിലയെ കൽപ്പിക്കൂ എന്നുള്ളത് എനിക്കറിയാം. ഇന്ന് കോടതി മുറിയിൽ അച്ഛൻ ആവേശത്തോടുകൂടി കേസ് വായിച്ച് വിജയിച്ചപ്പോൾ പരാജയപ്പെട്ടത് എന്റെ അമ്മയാണ്. ദേഷ്യപ്പെട്ട് വിജയകുമാർ പറയുകയാണ്, നിന്റെ അമ്മ എങ്ങനെ പരാജയപ്പെടാതിരിക്കും? അവള് വാക്കിന് ഒരു വ്യവസ്ഥയും ഇല്ലാത്തവളാണ്. അങ്ങനെയാണെങ്കിൽ കണ്ട കാര്യങ്ങൾ കോടതിയിൽ വന്ന് വ്യക്തമാക്കായിരുന്നല്ലോ. ആദർശം പറയുന്നവൾക്ക് അങ്ങോട്ട് വരാമായിരുന്നല്ലോ, മൊഴി കൊടുക്കാമായിരുന്നില്ലേ? മരിച്ചവന്റെ അച്ഛനും അമ്മയും പ്രോസിക്യൂട്ടറും വക്കീലുമൊക്കെ കാത്തിരിക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസർ ഭാഗ്യലക്ഷ്മി വരുമെന്ന് പ്രതീക്ഷിച്ച്. എന്നിട്ട് എവിടെ പോയടി അവൾ? എല്ലാം കഴിഞ്ഞ് ഞാൻ വക്കീൽ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് അവൾ, എന്റെ അമ്മ. എന്നിട്ട് എങ്ങുന്നോടാതെ എന്തൊക്കെയോ ചില വർത്തമാനങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇരട്ടച്ചങ്കിയായ നിന്റെ അമ്മയ്ക്ക് കാര്യമായ എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് മിക്കവാറും സദാനന്ദൻ മുതലാളിയുടെയും മകന്റെയും സംഭാവന ആയിരിക്കും. അങ്ങനെയെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് സഹിക്കാൻ പറഞ്ഞേക്കണം നിന്റെ അമ്മയോട്. ഒന്നിനും ഞാൻ പങ്കാളിയാവില്ല, ഇത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്.
ആദർശധീര എന്നൊക്കെ വിജയകുമാർ പറയുമ്പോൾ ദിയ പറയുകയാണ്, ജീവിതത്തിൽ ഇതുപോലെ ഒരു അമ്മയെ കിട്ടാൻ ഞങ്ങൾ മക്കൾ ഭാഗ്യം ചെയ്യണം. ആ നന്മ എന്താണെന്ന് ഏതു നേരവും മദ്യത്തിന് അടിമയായ അച്ഛന് മനസ്സിലാകില്ല. അച്ഛൻ എല്ലാ സുഖവും അനുഭവിക്കുന്നുണ്ട്, ജീവിതം നന്നായി എൻജോയ് ചെയ്യുന്നുമുണ്ട്. എന്നാൽ അമ്മ ഈ കുടുംബത്തിനും ഞങ്ങൾ മക്കൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, അടുത്ത ജന്മത്തിലും ഈ അമ്മയുടെ മോളായിട്ട് തന്നെ ജനിക്കണേ എന്ന്. ഓ പിന്നെ എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണ് വിജയകുമാർ. പിന്നെ എന്നുമല്ല, പറഞ്ഞത് സത്യമാണ്. വിജയകുമാർ ദേഷ്യപ്പെട്ട് വീണ്ടും പറയുകയാണ്, ദേ അവളുടെ ഉള്ളിലെ തീപ്പൊരി നില്ലിലും കിടപ്പുണ്ട്, അതുകൊണ്ട് നീ അതേ പറയുള്ളൂ. ഞാൻ മറ്റൊന്നുകൂടി പറയാം, ഞങ്ങൾക്കെന്നല്ല വേറെ ഏതൊരു മക്കൾക്കും ഇതുപോലെ ഒരു അച്ഛനെ കിട്ടരുതെന്ന്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ദിയ. പിന്നീട് കാണിക്കുന്നത് കടപ്പുറത്ത് നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ്. അന്നേരം ഭാഗ്യലക്ഷ്മിക്ക് വീണ്ടും കാർത്തിയുടെ മെസ്സേജ് വരികയാണ്, ദീപയുടെ ഫോട്ടോസ്. പിന്നീട് കാർത്തി വിളിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയെ. കാർത്തി ചോദിക്കുകയാണ്, ഇപ്പോൾ വന്ന ചിത്രങ്ങൾ കുറച്ചുകൂടി മനോഹരമായിട്ടില്ലേ വില്ലേജ് ഓഫീസർ? ദേഷ്യം കടിച്ചമർത്തി നിന്നാൽ മതി, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നല്ല നല്ല വീഡിയോസ് എന്റെ മൊബൈലിൽ ഇനിയുമുണ്ട്. അതൊരു ഭയമായി ഉള്ളിൽ കിടക്കണം. അതായത് ഇനി നാളെയും കോടതിയിൽ നമ്മൾ മുഖാമുഖം കാണേണ്ടി വരരുത്. ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് കാർത്തി. പിന്നീട് കാണിക്കുന്നത് കടപ്പുറത്ത് രാജേന്ദ്രൻ വക്കീലിനൊപ്പം നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ്. വക്കീൽ പറയുകയാണ്, കേസ് ജയിക്കാനുള്ള ഏക വഴി മാഡമായിരുന്നു. എന്നാൽ ശ്രീകുമാർ കൊല ചെയ്യപ്പെട്ട ശേഷമുള്ള ആവേശമൊന്നും മാഡത്തിൽ കണ്ടില്ല. എനിക്കറിയാം എന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച. ചെറിയ വീഴ്ചയല്ലാതെ എന്നെക്കാളുപരി സുബ്രഹ്മണ്യവും അയാളുടെ ഭാര്യയും കൂടുതൽ പരിചയം മാഡത്തിനെയാണ്. അറിയാമല്ലോ മാഡത്തിന്, അവരുടെ ഏക മകനാണ്. അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ മകനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടുന്നത് കാണാൻ വേണ്ടിയാണ്. ഷീബ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. എന്നാൽ ശിക്ഷ കിട്ടിയത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാണ്. അതെല്ലാവർക്കും അറിയാം. കോടതിയിൽ മൊഴി കൊടുക്കാൻ വന്ന ശ്രീകുമാറിനെയാണ് സദാനന്ദരും കൂട്ടരും അരിങ്കൊല ചെയ്തത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യൻ എന്ന അച്ഛനോടും ശ്രീകുമാറിനോടും മറ്റു ചില വൈരാഗ്യങ്ങൾ കൂടി സദാനന്ദനുണ്ട്. അതേപ്പറ്റി മാഡം തന്നെ എന്നോട് പറഞ്ഞിരുന്നല്ലോ. സദാനന്ദൻ കയ്യേറിയ ഭൂമി ഒഴിപ്പിച്ചത് മാഡമാണ്. അത്രയൊക്കെ ധൈര്യം കാണിച്ച ആള് പിന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ വരാതിരുന്നത്, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എനിക്കിനിയും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എത്ര കിട്ടി അങ്ങനെ മാറുന്നതിന് എന്ന് രാജേന്ദ്രൻ വക്കീൽ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അങ്ങനെ പണം കൈനീട്ടി വാങ്ങുന്നവളായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജോലിയൊക്കെ രാജിവെച്ച് വീട്ടിലിരിക്കാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് മാഡത്തിന് ഈ രീതിയിൽ ഒരു മാറ്റമുണ്ടായത്? അത് തൽക്കാലം ആരോടും പറയാൻ പറ്റില്ല. ഇത്രമാത്രം വക്കീൽ സാറ് മനസ്സിലാക്കാൻ മതി. ഒരു സ്ത്രീയെ ഒരമ്മയിൽ കുടുക്കാൻ പറ്റുന്ന രീതിയിൽ അവര് കുടുക്കി. അവരോട് വേണമെങ്കിൽ എനിക്ക് പൊരുതാം, പക്ഷേ പിന്നീട് എന്റെ മക്കളുടെ കണ്ണീര് എനിക്ക് കാണേണ്ടി വരും. തൽക്കാലം വക്കീലിനോട് എനിക്ക് അതേപ്പറ്റി പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ആ അച്ഛനും അമ്മയ്ക്കും അനുകൂലമായി വിധി വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് നീതി കിട്ടണം. അതിന് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുത്താലും കഴിയുമെന്ന് തോന്നുന്നില്ല. മാഡം തന്നെ വിചാരിക്കണം. സങ്കടപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, തൽക്കാലം ഞാൻ നിസ്സഹായയാണ്. എനിക്ക് ഈ കാര്യത്തിൽ വാക്ക് തരാൻ പറ്റില്ല. വക്കീല് പറയുകയാണ്, കോടതിയിലെ ഡിഫൻസ് വക്കീല് വിജയകുമാർ ആണല്ലോ. അതാണോ മാഡത്തിന്റെ ഈ മാറ്റത്തിന് കാരണം? ഒരിക്കലുമല്ല സാർ. അയാള് കോടതിയിൽ പരാജയപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആവേശത്തോടു കൂടി സാക്ഷിക്കൂട്ടിൽ കയറിയേനെ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.